ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോ എന്താണെന്ന് പറയാം. ചന്ദ്ര പറയാണ് ഫസ്റ്റ്, എൻ്റെ അമ്മോ, പെൺപിള്ളേരെ പ്രസവിച്ച അമ്മമാരുടെ മനസ്സിൽ തീയാണെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പോൾ ആൺപിള്ളേരെ പ്രസവിച്ചിട്ടും എനിക്ക് മനസ്സമാധാനമില്ല, എൻ്റെ മനസ്സിൽ തീയാണ്. അവളൊക്കെ വന്ന് എപ്പോൾ വേണമെങ്കിലും ഇവനെ കൊത്തിയിട്ട് പോകാം. എനിക്ക് പേടിയാവുന്നു ബാമേ. ശ്രുതിയെപ്പോലെ പണക്കാരിയായ ഒരു പെണ്ണിനെ ശ്രീകാന്തിനും കണ്ടെത്തണം. പെട്ടെന്ന് തന്നെ അവൻ്റെ വിവാഹവും നടത്തണം. ഈ വിവാഹം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം, ബാമ പറയാണ്. നീ വാ, ശ്രുതിയെ കൂട്ടിയിട്ട് വരാം, സമയം പോകുന്നു, വാ. മീര പറയാണ് ശ്രുതിയോട്. പിന്നെ കാണിക്കുന്നത്, അപ്പോൾ രേവതി പുറത്ത് വെയിറ്റ് ചെയ്യാം, നീ വേഗം സാരി മാറ്റ്, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ശ്രുതി പറയാണ്, കല്യാണ മണ്ഡപത്തിൽ ശ്രുതി വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മീര, നീ ശ്രുതിയോടൊന്ന് ചെന്ന് സംസാരിക്കുമോ? അത് നടക്കില്ല, ശ്രുതിയുടെ അമ്മ ഉണ്ടാകും കൂടെ. രേവതി പുറത്തു നിന്ന് വീണ്ടും വിളിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. വാതിലിന് മുട്ടാൻ വേണ്ടി പോവുകയാണ്. പിന്നെയും ഒന്ന് മടിച്ച് മുട്ടാതിരുന്ന്. അപ്പോൾ ചന്ദ്രയും ബാമയും പേരായിരുന്നു. അപ്പോൾ ചന്ദ്ര പറയാണ്, ഇവളെന്താ ഇവിടെ? ശ്രുതി റെഡിയായോ? പെട്ടെന്ന് റെഡിയാവ് എന്ന് രേവതി പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, ഒന്നുകൂടി വാതിലിന് തട്ടിയിട്ട്. ചന്ദ്ര വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ? അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ അമ്മേ, ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോവാൻ. അച്ഛൻ പറഞ്ഞ ഉടനെ നീ ഇങ്ങോട്ട് ഓടി വരുമോ? വിളക്കിൽ തുടരുത് എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ? ഒരു കാര്യത്തിലും നിന്റെ സഹായം വേണ്ട. ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങളുണ്ട്, നീ വരണമെന്നില്ല. അമ്മേ, അച്ഛൻ പറഞ്ഞു, ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. നല്ലത് നടക്കുന്നിടത്ത് നിന്റെ നിഴല് പോലും കാണരുത്. ശ്രുതി മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി കല്യാണ സാരിയൊക്കെ ഉടുത്ത് റെഡിയായി വരിക. അപ്പോൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ലക്ഷണം കെട്ടാൻ നിന്നെ കണ്ടാൽ ഐശ്വര്യം പോകും. ഇവിടുന്ന്, നീ ഇവിടെ നിൽക്കണ്ട, അവൾ ഇറങ്ങി വരുമ്പോൾ നിന്നെ കാണണ്ട. അമ്മേ, അവൾ സങ്കടത്തോടെ വിളിക്കുകയാണ്. അപ്പോൾ പറയാണ്, പറഞ്ഞത് കേട്ടില്ലേ, ദുശ്ശകനായിട്ട് നിൽക്കാതെ പോ. രേവതിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്നിട്ടും രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോയി. അമ്മ പറയാണ്, ചന്ദ്രേ, പാവം, അവളെ ഇങ്ങനെയൊന്നും പറയരുത്. ചന്ദ്ര, അവളെ അടക്കി നിർത്താനേ ഇതല്ല, ഇതിലപ്പുറം പറയും. എന്നിട്ട് ശൃംഗാരത്തോടെ, ശ്രുതി ശ്രുതി ശ്രുതി, പൊന്നുമോളെ വാതിൽ തുറക്ക്, അമ്മ വന്നിരിക്കുക, വാതിൽ തുറക്ക്. ശ്രുതി മോളെ. അപ്പം മീര പറയാണ്, നിന്റെ അമ്മ വിളിക്കുന്നത് കേട്ടില്ലേ? ശ്രുതി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ പറഞ്ഞതിന് ശ്രുതി ഇതുവരെ മറുപടി തന്നിട്ടില്ല. ആളെങ്ങനെ അതെടുത്തു എന്ന് തന്നെ അറിയില്ല. ശ്രുതി ഇപ്പോൾ ക്ഷേത്രത്തിലുണ്ടാവുമോ അല്ലെങ്കിൽ പോയി കാണുമോ? ശ്രുതി വാതിൽ തുറക്ക് മോളെ. ശ്രുതി റെഡിയായില്ലേ? മീര പറയണം. അപ്പോൾ നീ ചെന്ന് വാതിൽ തുറക്ക്. അതിൽ തുറന്നപ്പോൾ അവർ ഞെട്ടി. അവർ പറയാണ്, എന്താ ശ്രുതി, നീ സാരി പോലും മാറ്റിയില്ലല്ലോ? മാറ്റാം. ഇത്രയും നേരം നീ എന്തെടുക്കായിരുന്നു? നേരെ മീരയുടെ അടുത്താ പോയത്. എന്നിട്ട് പറയാണ്, നീ ഇവിടെ റെഡിയാകാൻ വിടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലേ? ഇല്ല ആൻറ്റി. അപ്പോൾ ശ്രുതി പറയാണ്, വിഷ് ചെയ്യാനായി എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിരുന്നു, അതാ സമയം പോയത്. മുഹൂർത്തം ആകാറായി, നീ സാരി പോലും മാറ്റിയിട്ടില്ല. സോറി ആൻറ്റി, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയാവാം. എന്നാൽ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വാ. അപ്പോഴേക്കും അവൾ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അമ്മേ, ശ്രുതി റെഡിയായോ? അവൻ റെഡി ആയിക്കോളും, ആണുങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ടി കുറേ സമയമൊന്നും വേണ്ടല്ലോ. അവളെ താടിയിൽ പിടിച്ചിട്ട് പറയാണ്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നീ എൻ്റെ വീട്ടിലെ പെണ്ണാ, എൻ്റെ മരുമകളാ. പിന്നെ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോളെ. എൻ്റെ 3 മക്കളാണെങ്കിലും എനിക്ക് എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ശ്രുതിയിലായിരുന്നു. അവന് നല്ലൊരു ജോലി, നല്ലൊരു ഭാര്യ, നല്ലൊരു ജീവിതം. ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ദേവതയെപ്പോലെ ഒരു പെണ്ണിനെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കിട്ടി. എനിക്ക് സന്തോഷമായി മോളെ. അപ്പോൾ ബാമ പറയാണ്, മതി, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി പറയാം. അവരൊരുങ്ങട്ടെ, വേഗം വരണേ മോളെ. ദൈവമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ശ്രുതി പറയാണ്. അപ്പോൾ മീര പറയുന്നു, നീ ഒന്നും ആലോചിക്കണ്ട, നീ വേഗം സാരി മാറ്റി റെഡിയാകും. പിന്നെ കാണിക്കുന്നത് രേവതി നടന്നു പോവുകയാണ്. അപ്പോൾ അച്ഛൻ ഫോൺ ചെയ്യാണ് ആരോടോ. അപ്പോൾ അതിന് ഇടയിൽ പറയാണ്, മോളെ അവിടെ നിൽക്ക്, ശ്രുതി എവിടെ? ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ മോളെ ഞാൻ പറഞ്ഞു വിട്ടത്. അവൾ റെഡിയായിട്ടില്ല. മോള് വേണ്ടേ മോളെ അവളെ റെഡിയാക്കി കൊണ്ടുവരാൻ? നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വേണ്ടേ അവളെ റെഡിയാക്കാൻ? മോള് ചെല്ല്. അത് അവളുടെ കൂടെ അമ്മയുണ്ടച്ചാ, അമ്മ കൂട്ടിയിട്ട് വന്നോളും. അവൾക്ക് എന്തറിയാം മോളെ, ശ്രുതിയോട് അവളുടെ മണ്ടത്തരങ്ങൾ വിളമ്പാനായിട്ട് അവിടെ നിൽക്കായിരിക്കും. നീയല്ലേ ഈ വീട്ടിലെ മരുമോള്, നീ വേണം എല്ലാം മുന്നിട്ട് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെല്ല്, ശ്രുതിയെ ഒരുക്കിയിട്ട് കൂട്ടിക്കൊണ്ടുപോവാ. അപ്പോഴേക്കും അച്ഛന് ആരുടെയോ കോൾ വന്നു. എന്നിട്ട് പറയാണ്, പറയൂ രാഘവ.
പിന്നെ രേവതി മനസ്സിൽ ചിന്തിക്കുകയാണ്. ശ്രുതിയുടെ അടുത്ത് പോകാൻ അച്ഛൻ പറയുന്നു. അവിടെ ചെന്നാൽ അമ്മ വഴക്ക് പറയും. എന്താ ഞാനിപ്പോൾ ചെയ്യേണ്ടത്? അപ്പോൾ രേവതിക്ക് കോള് വന്നു. മറ്റാരുമല്ല, വിളിച്ചത് ശ്രുതിയുടെ അമ്മയാണ്. ആ ആൻറ്റി, മോളെവിടെയാ ഉള്ളേ? ക്ഷേത്രത്തിലാ ആൻറ്റി. പറഞ്ഞിരുന്നില്ലേ ആൻറ്റി, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ കല്യാണം ഇന്നെന്ന്. കല്യാണ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മോളെ? ആ, നന്നായി പോകുന്നു ആൻറ്റി. ഇല്ല ആൻറ്റി, കുറച്ച് മുമ്പ് ആ പെണ്ണ് ക്ഷേത്രത്തിൽ വന്നത്. ഒരുങ്ങുന്നേ ഉള്ളൂ. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? പതി പറയാണ്. പ്രശ്നമോ? എന്ത് പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കല്യാണമല്ലേ, ചിലയിടത്തൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രശ്നമാണല്ലോ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ചെറുക്കനും പെണ്ണും റെഡിയാവുക. കുറച്ച് സമയത്തിനുള്ളിൽ താലികെട്ട് നടക്കും. ശരി മോളെ. വളരെ സന്തോഷം. ആൻറ്റി, കല്യാണത്തിന് വരണമായിരുന്നു. ഞാൻ വിളിച്ചായിരുന്നല്ലോ. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു മോളെ. വരരുത് എന്ന് പറഞ്ഞെടുത്ത് ഞാൻ എങ്ങനെയാ വരിക? വരരുതെന്ന് പറഞ്ഞോ? ആര് പറഞ്ഞു? ആ ആ ആ എന്ന് പറഞ്ഞ് അമ്മ വിൽക്കുകയാണ്. അവർ വിഷയം മാറ്റി. അല്ല, ആദിക്കിന്ന് സ്കൂളുണ്ടല്ലോ. കല്യാണത്തിന് പോകരുതെന്ന് എൻ്റെ മോള് പറഞ്ഞു. അതാ വരാതിരുന്നേ. മോള് കല്യാണി അല്ല, കല്യാണപ്പെണ്ണിൻ്റെ അടുത്താണോ നീ ഉള്ളത്? അല്ല ആൻറ്റി, കല്യാണം കഴിയുന്നത് വരെ നീ അവളുടെ കൂടെ തന്നെ നിൽക്കും മോളെ. എന്താ ആൻറ്റി? അത് അല്ല, മോള് പറഞ്ഞില്ലേ അവൾക്ക് ആരും ഇല്ലയെന്ന്. അത് അവളുടെ അച്ഛൻ മലേഷ്യയിലാ. അമ്മ മരിച്ചുപോയി. അമ്മ കരയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ ആൻറ്റി? അല്ല, സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മകളുടെ കല്യാണം കാണാൻ കഴിയാതെ പോയി. അല്ലേ മോളെ, പെറ്റ അമ്മയല്ലേ. പാവം, അവളുടെ സ്വന്തം എന്ന് പറയാൻ കൂടെ ആരും ഇല്ലല്ലോ. നീ കൂടെ തന്നെ നിൽക്കണം. നിൽക്കാം ആൻറ്റി. നിങ്ങളിനി ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയാൻ പോവുമല്ലേ? അവളെ സ്വന്തം സഹോദരിയെ പോലെ കാണണം. കല്യാണത്തിൻ്റെ ഫോട്ടോ എടുത്ത് മോളെനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ. ആ, അയച്ചു തരാം ആൻറ്റി. കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, എൻ്റെ പ്രാർത്ഥനയുണ്ട്. നല്ല മനസ്സാ ആൻറ്റിയുടേത്. ആൻറ്റി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരു പെണ്ണ്, ഏതോ ഒരു പെണ്ണ്. അവൾക്ക് വേണ്ടി സങ്കടപ്പെടുക, പ്രാർത്ഥിക്കുക, സ്വന്തം സഹോദരിയെ പോലെ കാണണമെന്നും പറയുന്നു. ആൻറ്റിയെപ്പോലെ വേറെ ആരും ഉണ്ടാവില്ല. എനിക്ക് ആൻറ്റിയെപ്പോലെ ഒരാളെ അമ്മായിയായി കിട്ടിയില്ലല്ലോ. കിട്ടിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേനെ. അമ്മായിയമ്മ കുഴപ്പക്കാരിയാണോ മോളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രേവതി പറയാണ്. അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇന്നൊരു ദിവസം പോരാ. ഞാൻ പിന്നീടൊരു ദിവസം പറയാം. ഞാൻ ഫോൺ വെക്കാണേ ആൻറ്റി. ശരി മോളെ, ഞാൻ പിന്നെ വിളിക്കാം. ആ, ഫോട്ടോ എടുത്തയക്കാൻ മറക്കല്ലേ മോളെ. ഇല്ല ആൻറ്റി, ഞാൻ അയച്ചു തരാം. ശരി മോളെ. പിന്നെ കാണിക്കുന്നത് സച്ചിയും നവീനും വരികയാണ്. അപ്പോൾ നവീൻ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ്, എടാ നീ എവിടെയാ ഉള്ളത്? റൂം ബുക്ക് ചെയ്തില്ലല്ലോ അല്ലേ? ഒന്ന് പെട്ടെന്ന് ചെയ്യ്. ഏത്? ആ ലോഡ്ജ് വേണ്ട വേണ്ട വേണ്ട, അവിടെ വെച്ചല്ലടാ പ്രശ്നം ഉണ്ടായത്. ആ ലോഡ്ജ് മതി. അവളെയും കൂട്ടി ഞാൻ വരുവടാ, നീ അവിടെ വെയിറ്റ് ചെയ്യ്. അപ്പോഴേക്ക് ശ്രുതി നന്നായിട്ട് ഒരുങ്ങി. എന്നിട്ട് അവൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാണ്, എന്തിനാ ഇങ്ങനെ ഒരുക്കിയത്? ഒരു വല്ലാത്തൊരു വേഷം കെട്ടായി പോയിപ്പോൾ. നീ ടെൻഷൻ ആവാതെ, നീ എന്തായാലും ശ്രുതിയോട് സത്യം പറഞ്ഞു. എന്നിട്ടും ശ്രുതിയുടെ അമ്മ വന്ന് എപ്പോഴത്തെയും പോലെ തന്നെ നിന്നോട് സംസാരിച്ചു. ശ്രുതി ഒന്നും അവൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിരുന്നെങ്കിൽ അവർ നിന്നോട് ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറുന്നത്. ശ്രുതിക്ക് ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ടാണ് അവൻ അവൻ്റെ അമ്മയോട് പറയാതിരുന്നത്. ശ്രുതി സന്തോഷത്തോടെ നിന്റെ കഴുത്തിൽ താലി കെട്ടും, നീ നോക്കിക്കോ. അപ്പോഴേക്കും അവർ ക്ഷേത്രത്തിലേക്ക് മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നു. അപ്പോൾ അവർ ശ്രുതിയും അതേ വേഷത്തിൽ തന്നെ, നല്ല കല്യാണ വേഷത്തിൽ തന്നെ ഒരുങ്ങിയിട്ട് വരുന്നതാണ് കാണുന്നത്. അപ്പം മീര പറയാണ്, ദേ നോക്ക്, ശ്രുതിയും ഒരുങ്ങി വരികയാണ്. ഒരു വിഷമത്തിലാണ് അവിടെ നിൽക്കുന്നത്. ക്ലാസ് കഴിക്കുന്നത്, അത് തുടക്കുന്നത്, അങ്ങനെ ഒരു വല്ലാത്തൊരു വിമിട്ടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ട ശ്രുതി പറയാണ് മീരയോട്, ദേ നോക്ക്, ശ്രുതിയെ നോക്ക്, ശ്രുതി എത്ര സന്തോഷത്തിലായിരുന്നു, ഇപ്പോൾ ശ്രുതിയുടെ സന്തോഷം എല്ലാം പോയി. ഇതാ നോക്ക്, ശ്രുതി നല്ല ദേഷ്യത്തിലാണ്. ഞാൻ നിന്നോട് അന്നേരം തന്നെ പറഞ്ഞതല്ലേ ശ്രുതിയോടൊന്നും പറയണ്ട എന്ന്. അന്നേരം നീ കേട്ടില്ല. ഇപ്പോൾ ഇനി ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ശ്രുതിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയണം. ശ്രുതി എന്ത് തീരുമാനം എടുത്തതെന്ന് എനിക്കറിയണം. ശ്രുതിയെ ശ്രീകാന്ത് വന്നിട്ട് വിളിക്കുകയാണ്. ഏട്ടാ, മുഹൂർത്തത്തിന് സമയമായി. എന്താ ഇവിടെ നിൽക്കുന്നത്? ബാ, മണ്ഡപത്തിലേക്ക് പോകാം. എന്ത് പറ്റി ഏട്ടാ? ഒരു വിഷമം പിടിച്ച പോലെ കണ്ടിട്ട് ശ്രീകാന്ത് ചോദിക്കുകയാണ്. നീ ചെല്ല്, ഞാൻ വരാം. ചെല്ലടാ, നീ വാ എന്ന് പറഞ്ഞ് ശ്രുതി മീരയുടെ കൈയും പിടിച്ച് ശ്രുതിയുടെ അടുത്തേക്ക് പോയി. ശ്രുതി അപ്സെറ്റാണോ? പിന്നെ കണ്ടാൽ മനസ്സിലാവത്തില്ലേ? എനിക്ക് മനസ്സിലാവും. ആർക്കാണെങ്കിലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് വേറെ വഴിയില്ല. ശ്രുതിയുടെ തീരുമാനത്തിനായി ഞാൻ വെയിറ്റ് ചെയ്യുക.
ശ്രുതി എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഉൾക്കൊണ്ടല്ലേ പറ്റൂ. മറക്കുന്നത് തെറ്റാണെന്ന് കരുതിയാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. ശ്രുതി, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കല്യാണ മണ്ഡപത്തിലേക്ക് വരണോ അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണോ? എവിടെ പോകാൻ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചല്ലേ പോകുന്നത്. അപ്പോൾ ശ്രുതിക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? ഇതെന്ത് ചോദ്യാ? ശ്രുതിക്ക് ചിരി വന്നു. ഞാൻ 1000 വട്ടം മൂളിയതല്ലേ, അതുകൊണ്ടല്ലേ നമ്മളെ കല്യാണം ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ ശ്രുതി, നിനക്കെന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്കെന്താ അംലേഷ് പിടിപെട്ടോ? ഒരു കാര്യം ഓർമ്മയില്ലേ? അപ്പോൾ ഞാൻ നിന്നോട് ഫോണിൽ പറഞ്ഞതൊക്കെ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. എനിക്കത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടി. കേട്ടില്ലേ? എന്താ ശ്രുതി? അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ശ്രുതി കേട്ടില്ലേ? നമ്മളെ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ആ സമയത്ത് ഫോണിൽ കുറച്ച് സംസാരിച്ചു. അത് കേൾക്കുമ്പോഴാണ് അച്ഛൻ വന്നു ഫോൺ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. എന്താ ശ്രുതി, ഇത്രയും സമയമായില്ലേ? നിന്നോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് നീ ഇതുവരെ ഒരുങ്ങിയില്ല? ഞാൻ റെഡിയായി വന്നോളാം. അച്ഛൻ ആ ഫോണിങ് താ. അല്ല, നീ ശ്രുതിയോട് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞാൽ താലി കെട്ടി നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ കൂടിയോ നേരിട്ടോ എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ഇപ്പോൾ എൻ്റെ പൊന്നുമോൻ പോയിട്ട് റെഡിയാവാൻ നോക്ക്. എടാ, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടേ ഫോൺ തരുന്നുള്ളൂ. അതുവരെ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ അച്ഛൻ്റെ മടിയിൽ വെച്ചു. അച്ഛാ ആ ഫോണിങ് ആണ് അച്ഛാ. ശ്രുതിക്ക് എന്തോ കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ ഫോണിങ് ആ അച്ഛാ. എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഫോൺ കൊണ്ടുപോയി. അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. ഫോൺ കയ്യിലില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ഫോണിൽ പറഞ്ഞതൊന്നും ശ്രുതി കേട്ടില്ലേ? ഇല്ല. ശ്രുതിക്ക് എന്താ പറയാനുള്ളത്? അത് ഇപ്പം പറയാം ശ്രുതി. എന്തായാലും പറയേ. അത് ഞാൻ മുമ്പ് അപ്പോഴേക്കും അവിടെ അച്ഛമ്മ വന്നു. എന്നിട്ട് പറയാണ്, മണ്ഡപത്തിലേക്ക് വരാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ല അച്ഛമ്മേ, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സംസാരമൊക്കെ കെട്ട് കഴിഞ്ഞിട്ടാവാം. രണ്ടുപേർ വന്നേ, വാ മോളെ എന്ന് പറഞ്ഞ് അച്ഛമ്മ തന്നെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ അവിടെ വന്നു. എന്നിട്ട് പറയാണ്, മോള് മുമ്പത്തേക്കാൾ സുന്ദരിയായിട്ടുണ്ട്. ഈ സാരി മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് ശ്രുതിയുടെ അമ്മയുടെ സെലക്ഷനാ. മോളെ ഈ കല്യാണ വേഷത്തിൽ കാണാൻ മോളുടെ അച്ഛന് ആഗ്രഹം ഉണ്ടാവില്ലേ? കല്യാണ ജീവിതത്തിൽ ഒരിക്കലല്ലേ നടക്കൂ, രേവതിയുടെ അമ്മ പറയുകയാണേ. അപ്പോഴേക്കും അവൾക്ക് വിഷമായി. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ സമയത്ത് അവർ കൂടെ വേണം. മോളുടെ അച്ഛനെ വിവാഹകാര്യം അറിയിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഇതോർത്ത് വിഷമിക്കേണ്ടി വരും. അപ്പം അച്ഛമ്മ, നിന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ അയാൾക്ക് ആഗ്രഹം കാണും ശ്രുതി. നീ വിളിക്കാഞ്ഞത് തെറ്റായിപ്പോയി. അച്ഛനെ ഇപ്പം വിളിക്കും മോളെ. വീഡിയോ കോൾ ചെയ്യ്. പിന്നെ ഈ വേഷത്തിൽ അദ്ദേഹം ഒന്ന് കാണട്ടെ. അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങ്. അപ്പോഴേക്കും ശ്രുതി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ദൂരെ നിന്ന് രേവതി കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. രേവതി വന്ന് പറയാണ്, അയ്യോ എന്തിനാ കരയുന്നേ? അപ്പോൾ ശ്രുതി പറയുന്നു, ശ്രുതി കരയാതെ. അപ്പോഴേക്കും അങ്ങ് നടന്ന് വരുന്നുണ്ട്, അതായത് ചന്ദ്രയും ഭാമയും. ചന്ദ്ര വരുമ്പോൾ കരയുന്ന ശ്രുതിയെയാണ് കാണുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഓടിപ്പോയി ആൻറ്റി എന്ന് വിളിച്ച് അവരുടെ അടുത്ത് പോയിട്ട് അവരെ കൈ പിടിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താ മോളെ എന്തിനാ നീ കരയുന്നേ? സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലിത്, എന്ത് പറ്റി? സന്തോഷത്തിലായിരുന്നു ഞാൻ. അതിനിടയിൽ അച്ഛനെ ഓർമ്മപ്പെടുത്തിയത്. അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയാലേ ഈ കല്യാണം നടക്കുകയെങ്കിൽ എനിക്ക് ഈ കല്യാണം വേണ്ട. ഞാൻ പോയേക്കാം ആൻറ്റിയും. അത് കേട്ട് രേവതിയുടെ അമ്മയും രേവതിയും അച്ഛമ്മയും ഒക്കെ ഞെട്ടുകയാണ്. പോകാനോ? അങ്ങനെയൊന്നും പറയാതെ മോളെ. ശ്രുതി ആരാ ഇവളുടെ അച്ഛനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്? ഞാനല്ല അമ്മേ, ദേ ഇവരാ എന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ്. ഞെട്ടലോടെ എല്ലാവരും നിൽക്കുകയാണ്. അവിടേക്ക് ചന്ദ്ര വന്നിട്ട് എന്താണ് പറയുക, എങ്ങനെയാണ് അവരെ പ്രതികരിക്കുക, എന്താണ് ചെയ്യുക എന്നറിയാതെ വിഷമത്തിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. നാളെ അടുത്ത ഭാഗമായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.